പ്രശാന്താണ്. അപ്പം കാർസ് ആൻഡ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 2 മാസം പിന്നിടുകയാണ്. അപ്പോൾ വണ്ടി വെച്ച് നമ്മൾ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൂത്തുക്കുടിയിലാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി പർപ്പസൊക്കെ ആയിട്ട് നമ്മൾ ഫാമിലിയോടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കണ്ട് അതിനകത്ത് സ്പെഷ്യലായിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മൈലേജാണ്. അതായത് കോമ്പാക്ട് XUV സെഗ്മെൻറ്റിലുള്ള നമ്മുടെ ഈ ഒരു വണ്ടി നമുക്കറിയാം. നമ്മുടെ ടൈഗർ ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നല്ലൊരു പെർഫോമൻസാണ്. കംഫർട്ടബിൾ ഡ്രൈവിങ്ങും പെർഫോമൻസും മൈലേജ് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തരുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ നമ്മൾ ഈ ഒരു വണ്ടി തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബൈപ്പാസ് റോഡ് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ഡിപ്പെൻഡാണ്. പല രീതിയിലും ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിൽ ഇതിൻ്റെ മൈലേജ് നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 21.something വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് നമുക്ക് തെളിവായിട്ട് തന്നെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമാൺ. ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ആവറേജ് മൈലേജ് കിട്ടിയിരിക്കുന്നത് 20.9 ആണ്. അപ്പം നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കുകയാണ്. ഓക്കെ, നമ്മുടെ പുതുക്കോട്ടയം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, തൂത്തുക്കുടി പുതുക്കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് ടോൾ കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫാമിലീസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആണ് വൈഫ്. ഓക്കെ, 2 കുട്ടികൾ, ആദിൽ, അയ. ഹായ് സേ ടു ഹായ്. ഓക്കെ, വേണ്ട പപ്പയും മമ്മയും ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, മെയിൻലി നമ്മുടെ ഫാമിലീസിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമ്മുടെ ഈ ഒരു മൈലേജ് ചെക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. നമ്മൾ വണ്ടി മൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ വണ്ടി മൂവ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 30 കിലോമീറ്റർ സ്പീഡ് മൂവ് ചെയ്തപ്പോൾ അതൊക്കെ നോക്കുകയാണ്. നമ്മൾ ട്രാവലിംഗ് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ മൈലേജാണ്. ഓക്കെ, ഇപ്പം 45 ഏകദേശം 50 കിലോമീറ്ററിനകത്ത സ്പീഡാണ് നമ്മൾ ഇപ്പം നോക്കുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഏകദേശം 20 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ഈ ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ. അപ്പം വിചാരിക്കും നമ്മൾ 50 കിലോമീറ്റർ സ്പീഡിൽ എപ്പോഴും യാത്ര ചെയ്തോളൂന്ന്. അങ്ങനെയല്ല, നമുക്ക് മാറ്റി നോക്കാം. ഇപ്പം നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കും പോസിറ്റീവ് ഫീഡ്ബാക്കും വരാറുണ്ട്. ഡ്രൈവിംഗ് ഡിപ്പെൻഡാണ്. നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു റോഡിൽ, അത് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു റോഡിലാണ് നമ്മളിപ്പം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേന് 50 കിലോമീറ്റർ സ്പീഡാണ്. അപ്പം നമുക്കൊന്ന് കിലോമീറ്റർ മാറ്റി നോക്കാം. അറുപത് കിലോമീറ്റർ സ്പീഡിലും അധികം വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ 70 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് മൈലേജിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഓക്കെ, നോക്കാം. ദെൻ 80 കിലോമീറ്റർ സ്പീഡ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അലേർട്ട് കേട്ടതുണ്ടല്ലോ. നമ്മൾ 80 കിലോമീറ്റർ സ്പീഡ് വന്നപ്പം നമുക്ക് 19.9, ഒരു പോയിന്റ് കുറഞ്ഞു. ഓക്കെ, ദെൻ 90ലേക്ക് പോയി നോക്കാം.
95 വരെ നോക്കിയിട്ടുണ്ട്. മൈലേജിന് യാതൊരു ഇഷ്യൂസും ഇല്ല. ഇനി നമ്മൾ ഓവറായിട്ട് ചെയ്യുന്നത് മോശമാണ്. സോ നമ്മൾ 95 വരെ നോക്കി. 19.2 ആണ്. നമ്മൾ കമ്പനി അവകാശപ്പെടുന്നതിൽ കൂടുതൽ മൈലേജേ കിട്ടുന്നുള്ളൂ. നമ്മൾ ഇത്രയും നമ്മളിവിടെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. മൈലേജ് ടൈഗറിൻ്റെ മൈലേജാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.